ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വേറെ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. ഞാനും ഡിബിനും കൂടെയാണ് ഇന്നത്തെ യാത്ര. ഇവിടെ തന്നെ അമ്പൂരിയിലാണ്. അമ്പൂരി ഒരു ട്രൈബൽസിന് വേണ്ടി അവർക്ക് പാലം പണിതിട്ടുണ്ട്. അപ്പോൾ പണിത പാലം നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ അവർക്ക് ട്രൈബൽസിന് അപ്പുറത്തുനിന്ന് ഇക്കരയിലോട്ട് എന്ന് പറയുമ്പോൾ ഈ മെയിൻ റോഡിലോട്ടൊന്നും വരാനുള്ള സൗകര്യമില്ല. അപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒരാളോ രണ്ട് ആൾക്കാരോ വന്നിട്ടാണ് അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണാൻ പോകണം കേസ് എങ്ങനെ നമ്മളപ്പം പോവാം. ഞാനൊരു പുതിയൊരു മൈക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചാർജ് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരു മൈക്കിലല്ല പറയുന്നത്, മൈക്ക് ചാർജിന് ഇട്ടേക്കുവാണ്. കാറിൽ ചാർജിന് ഇട്ടേക്കാണ്. എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് അമ്പൂരിയിൽ പാലം അല്ലേ? എന്ത് പാലമാണത്? എന്ത് പാലം എന്ന് പറയുമ്പോൾ ട്രൈബൽസിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ട്രൈബൽസിന് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഈ റോഡിലോട്ട് കണക്ടിവിറ്റി കണക്ഷൻ ചെയ്തിരിക്കുന്നതാണ് ആ പാലം വരുന്നത്. അപ്പോൾ പാലത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, ഒരു ചെറിയൊരു വീഡിയോ ആണ്. നോക്കട്ടെ ഗൈസ്, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ലിവിനിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ പോയിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ സമയം വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ രാവിലെയാണ് പ്ലാൻ ചെയ്തത് പോകാൻ വേണ്ടി, പക്ഷെ നടന്നില്ല. അപ്പോൾ ആ വെയിലൊക്കെ തോന്നിട്ട് നമ്മൾ ഇറങ്ങി. ഓക്കെ, സൺസെറ്റ്. ഓക്കെ, അപ്പോൾ കാണാം. ബൈ. യൂസ് സീറ്റ് ബെൽറ്റ് കേട്ടോ, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുക. ഡ്രൈവിങ്ങിൻ്റെ ടൈമിലും കോ പാസഞ്ചർ എല്ലാം സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. ബി സേഫ്. ഇല്ല. ഓക്കെ, അപ്പോൾ വേൽമുരുക വില ഇത് ഹരുഹരയും കേട്ട് നമ്മൾ ആ ഒരു പാലത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് ഒരു ഹൈ റേഞ്ച് പോലെയാണോ? അല്ലേ, ഹൈ റേഞ്ചാണ് ഇത് ഫുള്ള്. ഇത് കണ്ടാൽ മനസ്സിലാവും. അതോ ഇതുണ്ടോ, ഇത് ഫുള്ള് ആ സൈഡ് 6ആണോ? ഇത് ഫുള്ളൊരു പാറേൻ്റെ ഒരു ഭാഗം ഇപ്പുറത്ത്. ഇതാണ് ഗൈസ്. ഓക്കെ, ഇതാണ് പാലം ഏതെന്ന് പറഞ്ഞാൽ. ഗൈസ്, ഇതാണ് ആ സംഭവം. ഇത് പാലം ഏതാണ്? ഇതാണ് പാലം. അതെ, പാലം പണി നടക്കുന്നുണ്ട്. ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ പണിയില്ല, ഉദ്ഘാടനം കഴിഞ്ഞാണ്. ഇറങ്ങാൻ പറ്റുമോ ആണല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളത് ആ പാലം എത്തി. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് പാലം. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഭാഗം മുതൽ, ഇപ്പോൾ ലിബി നിൽക്കുന്ന ആ ഒരു ഭാഗം മുതൽ ഫുള്ള് വെള്ളമായിരുന്നു. എന്ന് പറയുമ്പോൾ ആറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അക്കരെ എന്ന് പറയുന്നത് ട്രൈബൽസ് ഏരിയ, ആ ഒരു സംഭവം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ട്രൈബൽസിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു എന്താ പറയുക, ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. സോ ഗവൺമെൻറ് അവർക്കൊരു പാലം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ട് ഒരു പാലം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാലം ഒന്ന് നോക്കാൻ വന്നതാണ് ഗൈസ്. ഓക്കെ, ഇന്ന് കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടെന്ന് പറയുന്നതായിട്ട് ഞാൻ തപ്പിയിട്ട് പറഞ്ഞേക്കാം. മനസ്സിലാവില്ല, നേരിട്ടൊന്നും കാണണം. മസ്റ്റ് വിസിറ്റ്. ഇത് കറക്റ്റ് എവിടെയാണ്? അമ്പൂരി മായത്തുണ്ടോ? ഇതാണ്. എനിക്ക് തന്നെ പേടിയാണ് ഭയങ്കര. ഗൈസ്, ഇത്രയും ആഴം പൊക്കമുണ്ട്. അതോ പോയി ആ വ്ളോഗർ അവിടെ നിന്ന് വ്ളോഗ് എടുക്കണം. ഒരു വ്ളോഗർ എത്തി ഗൈസ്. എൻജോയ് പൊളിച്ചെടുക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാണ് ആറ്. ഈ ഒരു ആറ്റിൻ്റെ മേൽഭാഗത്താണ് ഈ പാലം. അങ്ങനെയല്ലേ വരുള്ളൂ, എനിക്കറിയാം. ഓക്കെ, ഇത് ഈ മലേൻ്റെ വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. വ്യൂ ഞാൻ കാണിച്ചു തരാം. 0.5 ഇട്ട് ഇത് നിങ്ങൾക്കിത് കാണുമ്പം മനസ്സിലാവില്ല, നേരിട്ടൊന്നും കാണണം. മസ്റ്റ് വിസിറ്റ്. ഇത് കറക്റ്റ് എവിടെയാണ്? അമ്പൂരി മായത്തുണ്ടോ? ഇതാണ്. എനിക്ക് തന്നെ പേടിയാണ് ഭയങ്കര. ഇത്രയും ആഴം പൊക്കമുണ്ട്. അതോ പോയി ആ വ്ളോഗർ അവിടെ നിന്ന് വ്ളോഗ് എടുക്കണം. ഓക്കെ, ഇതാണ്. ഇത്രയും താഴ്ചയാണ് ഇവിടെ നിന്ന്. ഇത് കണ്ട, ഇവിടെ നിന്ന് 6 അതുവരെ എന്തോ ഉണ്ടായിരുന്നതാണ് പറയാൻ കേട്ടത്. അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്നാണ് പാലം സ്റ്റാർട്ട് ചെയ്ത് പണി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു
മല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരാൻ ഒരു ഫെസിലിറ്റീസ് ഇല്ല. നടുക്ക് ഫുള്ള് ആറാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടി ഒന്നുമില്ലായിരുന്നു. സോ അതുകൊണ്ട് പാലം പണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അത് ഫുള്ളുണ്ടായിരുന്നു. നമ്മൾ അതുവഴിയൊക്കെ നടന്ന് പോയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വീഡിയോ നമ്മുടെ ലിപ്സ് വൈറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം രണ്ട് ആംഗിളിൽ നിന്ന് എടുത്ത വ്ളോഗാണ്. ഓക്കെ, നമ്മുടെ ചെറുക്കൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, ആദ്യത്തെ വ്ളോഗ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ഇരുന്ന് വ്ളോഗ് എടുക്കണുണ്ട്, കാര്യമായിട്ട് എന്തൊക്കെ എടുക്കണുണ്ട്. ഓക്കെ, ചെറുക്കൻ അടിച്ച് പൊളിക്കട്ടെ. ചെറുക്കൻ്റെ ആദ്യത്തെ വ്ളോഗ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ കുറേ പേരുണ്ട് ഇവിടെ. ഓക്കെ, ക്യാമറ നോക്കട്ടെ, ഞാനൊന്ന് ചുറ്റിക്കറങ്ങി കാണട്ടെ. അപ്പോൾ ഇവർ ചങ്ങാടമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പുറത്ത് നിന്ന് ഇവിടെ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. നീ കാർ ഓടിക്കോ? എന്തിന് എടുത്തിട്ട് വരാനില്ലോ, നടന്നു പോകണ്ടേ? എനിക്ക് കാർ അവിടെ ഇട്ടിട്ട് പൊട്ടൻ്റെ കാര്യം ഈ സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. കാർ ആ ഒരു ഭാഗത്തോട്ട് ഇട്ടിട്ട് മര്യാദയിൽ കൊണ്ടുവന്നാലെയാണ് അത് കാണാൻ നമുക്ക്. ഐസ്ക്രീം കുടിച്ചിട്ട് കാണാം. വൈക്കേ എല്ലാവരും വ്ളോഗാണ് വ്ളോഗ്. എല്ലാവരും വരട്ടെ. പാലം കാണാൻ വന്നവരെല്ലാവരും ഐസ്ക്രീം കാണാൻ കുടിക്കാം. നമുക്കും കാറിന് 15,400 അടച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് ഐസ്ക്രീം കഴിച്ച് ഐസ്ക്രീം വാങ്ങിച്ച് നമ്മൾ വിശ്വസ് നോക്കാം. ചെയ്യാം. ഹലോ ആ ബ്ലോഗർ ഐസ്ക്രീം തിന്നാൻ തിരക്കിലായിരുന്നു. ഓക്കെ, അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ച് നമ്മൾ കഴിച്ച്. അപ്പോൾ ഇതാണ് പാലം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു വോയിസ് ഓവർ ഞാൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, ബൈ.